ജനങ്ങളുടെ പിതാവ് പ്രജാപിത ബ്രഹ്മ ബാബ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിവ് പകരുന്നതിൽ രാവും പകലും കരുതലോടെ ഇരിക്കുമായിരുന്നു. ബാബ പറയാറുണ്ടായിരുന്നു, ഇന്നത്തെ ലോകത്ത് ഒരു അച്ഛൻ വലിയ ഒരു ആഘോഷം നടത്തിയാൽ തൻ്റെ എല്ലാ കുട്ടികളെയും തീർച്ചയായും ക്ഷണിക്കും. സമാനമായി ഈ പുതിയ ലോകം സൃഷ്ടിക്കുന്ന വലിയ ആഘോഷത്തിന് ആതിഥേയത്വം വഹിക്കാൻ പരമപിതാവ് സ്വയം വന്നിരിക്കുകയാണ്. ബാബയുടെ ഓരോ കുട്ടിക്കും ഈ സന്തോഷവാർത്ത നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലോക സേവനത്തിനുള്ള ഈ ഭാവനയോടുകൂടി ഇരിക്കുമ്പോൾ 1957 നവംബറിൽ ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ഒരു ലോക മതസമ്മേളനം നടക്കുന്നതായി ബാബയ്ക്ക് വാർത്ത ലഭിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ സമ്മേളനത്തിനായി മനോഹരവും ആകർഷകവുമായ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ബാബ തീരുമാനിച്ചു. ആ പോസ്റ്ററിൻ്റെ തലക്കെട്ട് ദൈവിക ക്ഷണം എന്നും എപ്പോഴും ആശംസകൾ എന്നും ആയിരുന്നു. ബാബ ഡൽഹിയിൽ പോയി തൻ്റെ എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായി കണ്ട് ഈ പോസ്റ്ററുകൾ നൽകി ക്ഷണിക്കാൻ തീരുമാനിച്ചു. ഈ ഫോൾഡറുകളും പോസ്റ്ററുകളും ഇത്രയും ആകർഷകമായിരുന്നു, അത് കാണുന്ന എല്ലാവർക്കും അത് വായിക്കാനും അവ എടുത്തു വയ്ക്കാനുമുള്ള താല്പര്യം ഉണ്ടാകുമായിരുന്നു. ആകർഷകമായ ഈ പോസ്റ്ററുകൾ ഏറ്റവും വിലപ്പെട്ട നിധി പോലെ ആളുകൾക്ക് തോന്നി. ബാബ ത്രിമൂർത്തി ശിവന്റെയും ലോകനാടകത്തിൻ്റെയും വലിയ വർണ്ണാഭമായ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആത്മാക്കൾക്കും ഈ ചിത്രങ്ങളും ക്ഷണക്കാർഡുകളും നൽകണമെന്ന് ബാബയുടെ ഭാവന ഉണ്ടായിരുന്നു. ഈ രീതിയിലാണ് ബാബ എല്ലാ കുട്ടികളോടും ഏറ്റവും വലിയ ദാതാവും സമ്പദ് സേവനത്തിനായി ദയയുള്ളവരുമായി ഇരിക്കാൻ പറഞ്ഞത്. ബാബ എപ്പോഴും ദൈവീക ലഹരിയിലായിരുന്നു. നിരന്തരമായ സന്തോഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അദ്ദേഹം. ബാബ പലതവണ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. വിവാഹവേളകളിലും ആഘോഷവേളകളിലും പലരും വളരെ ഉറക്കെ ഡ്രംസ് വായിക്കുകയും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. 24 മണിക്കൂറും നമ്മുടെ സന്തോഷത്തിൻ്റെ ഡ്രംസ് മുഴങ്ങണമെന്ന് ബാബ ആഗ്രഹിക്കുന്നു. നമ്മളാകട്ടെ നിരന്തരം അനശ്വരതയുടെ നാഥനുമായി വിവാഹ നിശ്ചയം നടത്തിയതിൻ്റെ ഈ ശുഭ സന്ദർഭം ആഘോഷിക്കുന്നു. നിങ്ങളുടെ നിരന്തരമായ ആഘോഷത്തിന് പിന്നിൽ എന്താണ് കാരണം എന്ന് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഡ്രമ്മുകൾ മുഴങ്ങുന്നത്. എപ്പോഴും ഇത് ചെക്ക് ചെയ്യുക. സന്തോഷത്തിൻ്റെ ഡ്രംസ് നിരന്തരമായി എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടോ? ബാബ പറയാറുണ്ടായിരുന്നു, ഇന്നത്തെ മതനേതാക്കൾ ശ്രീ, ഗുരു, മഹാമണ്ഡലേശ്വർ എന്നീ വാക്കുകൾ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ തെറ്റ് തിരുത്തുന്നതിനായി ബാബ ഇത്തരം അഭിസംബോധനകളാൽ വിശേഷിക്കപ്പെടുന്ന എല്ലാ മതനേതാക്കൾക്കും കത്തെഴുതാൻ തീരുമാനിച്ചു. ഓരോ ശീർഷകത്തിൻ്റെയും പ്രാധാന്യം ബാബ കത്തുകളിൽ സൂചിപ്പിച്ചിരുന്നു.
ശ്രീ എന്ന ശീർഷകം സുവർണയുഗത്തിലെ ദേവതമാർക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പൂർണ്ണമായ പവിത്രത കൊണ്ടാണ് അവർക്ക് ഈ പദവി ലഭിച്ചത്. അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ശുദ്ധമായിരുന്നു. അതിനാൽ അവർക്ക് പേരിന് മുമ്പിൽ താമര എന്ന വാക്ക് ഉണ്ട്. കമലനയനം, കമലവദനം, കമലചരണം എന്നിങ്ങനെ എല്ലാ അവയവങ്ങൾക്ക് മുന്നിലും താമര എന്ന പദമുണ്ടാകും. ശ്രീ ശ്രീ എന്ന ശീർഷകം ദൈവങ്ങളുടെയും ദൈവത്തിന് മാത്രമാണ് ഉപയോഗിക്കുക. അതായത് പരമപിതാവായ ശിവനു മാത്രം. അശുദ്ധമായ ശരീരമുള്ള ഇന്നത്തെ ആത്മാക്കൾക്ക് ശ്രീ ശ്രീ എന്ന പദവി ഉപയോഗിക്കുന്നത് തെറ്റാണ്. അടുത്തത് ജഗദ്ഗുരു എന്ന വാക്കാണ്. ബാബ പറയാറുണ്ടായിരുന്നു, മുക്തി നൽകുന്നയാളെയാണ് ഗുരുവെന്ന് പറയുക. അങ്ങനെയെങ്കിൽ എപ്പോഴും മുക്തനായിരിക്കുന്ന പരമപിതാവിനെ മാത്രമേ ഗുരുവെന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ബാബ പറഞ്ഞു. ഈ കത്തുകൾ 1960 ഫെബ്രുവരി 29 ഇന്ത്യയിലെ എല്ലാ മതനേതാക്കൾക്കും ബാബ എഴുതി അയച്ചു. കത്തുകളുടെ തലക്കെട്ട് കടും ചുവപ്പ് മഷി കൊണ്ടാണ് എഴുതിയിരുന്നത്. ഈ ശീർഷകങ്ങളെല്ലാം തങ്ങൾക്ക് അവകാശമുള്ളതാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കത്തുകൾ. ഈ നേതാക്കൾ ആരും തന്നെ സത്യത്തിൻ്റെ ഈ പതിപ്പുകളോട് പ്രതികരിച്ചില്ല. ഇതായിരുന്നു നാടകത്തിൻ്റെ അത്ഭുതം. ബാബ പറഞ്ഞു, അവർ തിരിച്ച് പ്രതികരിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈ അസത്യത്തിൽ നഷ്ടപ്പെട്ട എല്ലാവരിലേക്കും മധുരമായ സത്യം പ്രചരിപ്പിക്കാനാണ് ഞാൻ ഈ കത്തുകൾ എഴുതിയത്. അപ്രകാരമായിരുന്നു നിയമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമായ നമ്മുടെ പ്രിയപ്പെട്ട ബ്രഹ്മബാബ. फरिश्तों सा चलना वो दृष्टि का देना, वो पत्रों का लिखना झुलाए जो झूले. फरिश्तों सा चलना वो दृष्टि का देना, वो पत्रों का लिखना झुलाए जो झूले. वो बच्चों से मिलना, वो टोली खिलाना, कहाँ तक गिनाए भुलाए न भूले. वही याद नैना हमारे सजल के, वही याद नैना हमारे सजल के. तन और मन को भी नहला रही है ओ बाबा तुम्हारे मिलन की लगन.